2 അധ്യായം 13. അന്തിയോക്കസ് യൂപ്പാത്തോർ യൂദയായ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്നെന്ന് 149 ആണ്ട് യൂദാസിനും അനുചരന്മാർക്കും അറിവ് കിട്ടി. അന്തിയോക്കസിൻ്റെ രക്ഷാകർത്താവും ഭരണച്ചുമതല വഹിക്കുന്നവനുമായ ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു. ഗ്രീക്ക് സൈന്യത്തിൽപ്പെട്ട 1,10,000 കാലാൾപ്പടയാളികളും 5,300 കുതിരപ്പടയാളികളും 22 ആനകളും കത്തിഘടിപ്പിച്ച 300 രഥങ്ങളും അവരെ അനുഗമിച്ചിരുന്നു. മെനലാവൂസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു. രാജ്യനന്മയിലുള്ള താൽപ്പര്യത്താലല്ല, സ്ഥാനമോഹത്താൽ പ്രേരിതനായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീചനെതിരെ അന്തിയോക്കസിൻ്റെ ക്രോധമുണർത്തി. ഇവനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ ബെറോയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകി. അവിടെ 50 മുഴം ഉയരമുള്ളതും ചാരം നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട്. ഏതു വശത്തു നിന്ന് എന്തിനേയും ചാരത്തിലേക്ക് കൊത്തിനെ വീഴ്ത്താവുന്ന ഒരു യാന്ത്രിക ചക്രം അതിനു ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്നു. ദേവാലയ ധംസകനോ മറ്റു കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധനോ ആയ ആരെയും അവർ അതിൽ തള്ളിയിട്ട് വധിക്കുന്നു. ഇപ്രകാരം ഒരു മരണത്തിനാണ് നിയമലംഘകനായ മെനലാവൂസ് വിധിക്കപ്പെട്ടത്. ശവസംസ്കാരം പോലും അവന് ലഭിച്ചില്ല. ഏത് ബലിപീഠത്തിലെ അഗ്നിയും ചാരവും വിശുദ്ധമാണോ, ആ ബലിപീഠത്തിനെതിരായി പാപം ചെയ്തു കൂട്ടിയ മെനലാവൂസ് ചാരത്തിൽ കിടന്ന് മരിച്ചത് തികച്ചും നീതിയുക്തമാണ്. രാജാവ് കൊടിയ ഗർവോടെ തൻ്റെ പിതാവിൻ്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീചമായ തിന്മ യഹൂദരോട് ചെയ്യാൻ തുനിഞ്ഞു. ഇത് കേട്ട യൂദാസ് ജനത്തോട് തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നഷ്ടപ്പെടാറായിരിക്കുന്ന ഈ വിപത്സന്ധിയിൽ തങ്ങളെ സഹായിക്കണമേ എന്നും ജീവൻ വീണ്ടെടുത്തു തുടങ്ങുന്ന തങ്ങൾ ദൈവദൂഷകരായ വിജാതീയരുടെ കൈകളിൽ വീഴാൻ അനുവദിക്കരുതേ എന്നും രാപകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു. അവർ ഒന്നുചേർന്ന് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് 3 ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണ് കേണപേക്ഷിച്ചു. അതിനുശേഷം യൂദാസ് യുദ്ധസന്നദ്ധരായിരിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു. ശ്രേഷ്ഠന്മാരോട് രഹസ്യത്തിൽ ആലോചിച്ചതിന് ശേഷം രാജസൈന്യം യൂദയായിലെത്തി. നഗരം കീഴടക്കുന്നതിന് മുൻപ് പുറത്തേക്ക് കടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാനും അവൻ നിശ്ചയിച്ചു. അങ്ങനെ തീരുമാനം ലോകസൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമത്തിനും ദേവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ ഉപദേശിച്ചിട്ട് മൊദയിന് സമീപം പാളയമടിച്ചു. ദൈവത്തിൻ്റെ വിജയം എന്ന അടയാളവാക്ക് അവൻ അവർക്ക് നൽകി. തുടർന്ന് അതിധീരന്മാരായ യുവസൈനികന്മാരോടുകൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും 2000 പേരെ പാളയത്തിൽ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു. മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു. പാളയത്തിലുടനീളം ഭീതിയും അങ്കലാപ്പും പരത്തിയിട്ട് വിജയികളായി അവർ മടങ്ങി. യൂദാസിന് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ ഇതെല്ലാം കഴിഞ്ഞു. യഹൂദരുടെ നിർഭയത്വം അനുഭവിച്ചറിഞ്ഞ് രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന് യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു. അവൻ അവരുടെ ശക്തിദുർഗമായ ബെത്സൂറിൻ്റെ നേരെ നീങ്ങി, എന്നാൽ തിരിച്ചോടിക്കപ്പെട്ടു. അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടയുകയും ചെയ്തു. കാവൽ സേനയ്ക്ക് ആവശ്യമായതെല്ലാം യൂദാസ് എത്തിച്ചു കൊടുത്തു. എന്നാൽ
യഹൂദ സൈന്യത്തിൽപ്പെട്ട റൊദോക്കൂസ് എന്നൊരുവൻ ശത്രുവിന് രഹസ്യവിവരങ്ങൾ ചോർത്തിക്കൊടുത്തു. അവനെ അവർ അന്വേഷിച്ചു പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. രാജാവ് വീണ്ടും ബേത്സൂർ നിവാസികളുമായി കൂടിയാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അതനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു. വീണ്ടും യൂദാസിനെയും അനുചരന്മാരെയും അവൻ ആക്രമിച്ചു, എന്നാൽ പരാജയപ്പെട്ടു. താൻ ഭരണ ചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തത്സമയം അന്ത്യോക്യയിൽ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടു. അവൻ പരിഭ്രാന്തി പൂണ്ട് യഹൂദരെ വിളിച്ചു വരുത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന് ശപഥം ചെയ്തു. അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ആദരം കാണിക്കുകയും ചെയ്തു. അവൻ മക്കബേയൂസിനെ അംഗീകരിക്കുകയും ഹഗെമോനിദസിനെ ടോളമായിസ് മുതൽ ഗരാർ വരെയുള്ള പ്രദേശത്തെ ഭരണാധിപനായി നിയോഗിക്കുകയും ചെയ്തിട്ട് ടോളമായിസിലേക്ക് പോയി. അവിടുത്തെ ജനം ആ ഉടമ്പടിയുടെ പേരിൽ ക്രുദ്ധരായിരുന്നു. അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നുവരെ അവർ കോപം പൂണ്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിന്താങ്ങി അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൗമനസ്യം നേടി. അനന്തരം അവൻ അന്ത്യോക്യയിലേക്ക് പുറപ്പെട്ടു. ഇപ്രകാരമായിരുന്നു രാജാവിൻ്റെ ആക്രമണവും പിൻവാങ്ങലും. Chapter 13. In the year 149, Judas and his men learned that Antiochus Eupator was invading Judea with a large force, and that with him was Lysias his guardian, who was in charge of the government. They led a Greek army of 110,000 foot soldiers, 5,300 horsemen, 22 elephants, and 300 chariots armed with scythes. Menelaus also joined them, and with great duplicity kept urging Antiochus on, not for the welfare of his country, but in the hope of being established in office. But the king of kings aroused the anger of Antiochus against the scoundrel. When the king was shown by Lysias that Menelaus was to blame for all the trouble, he ordered him to be taken to Borea and executed there in the customary local method. There is at that place a tower 75 feet high, full of ashes, with a circular rim sloping down steeply on all sides toward the ashes. A man guilty of sacrilege or notorious for certain other crimes is brought up there and then hurled down to destruction. In such a manner was Menelaus, the transgressor of the law, fated to die. He was deprived even of decent burial. It was altogether just that he who had committed so many sins against the altar with its pure fire and ashes should meet his death in ashes. The king was advancing, his mind full of savage plans for inflicting on the Jews worse things than those they suffered in his father's time. When Judas learned of this, he urged the people to call upon the Lord night and day, to help them now, if ever, when they were about to be deprived of their law, their country, and their holy temple, and not to allow this nation, which had just begun to revive, to be subjected again to blasphemous Gentiles. When they had all joined in doing this, and had implored the merciful Lord continuously with weeping and fasting and prostrations for 3 days, Judas encouraged them and told them to stand ready. After a private meeting with the elders, he decided that before the king's army could invade Judea and take possession of the city, the Jews should march out and settle the matter with God's help, leaving the outcome to the Creator of the world and exhorting his followers to fight nobly to death for the laws, the temple, the city, the country, and the government. He pitched his camp near Modian. Giving his men the battle cry, God's victory, he made a night attack on the king's pavilion with a picked force of the bravest young men and killed about 2,000 in the camp. They also slew the lead elephant and its rider. Finally they withdrew in triumph, having filled the camp with terror and confusion. Day was just breaking when this was accomplished with the help and protection of the Lord.
The king, having had a taste of the Jews' daring, tried to take their positions by a stratagem. So he marched against Bethsur, a strong fortress of the Jews, but he was driven back, checked, and defeated. Judas then sent supplies to the men inside, but Rhodocus of the Jewish army betrayed military secrets to the enemy. He was found out, arrested, and imprisoned. The king made a second attempt by negotiating with the men of Bethsur. After giving them his pledge and receiving theirs, he withdrew and attacked Judas and his men. But he was defeated. Next he heard that Philip, who was left in charge of the government in Antioch, had rebelled. Dismayed, he parleyed with the Jews, submitted to their terms, and swore to observe their rites. Having come to this agreement, he offered a sacrifice and honored the temple with a generous donation. He approved of Maccabeus, and left him as military and civil governor of the territory from Ptolemais to the region of the Gerasenes. When he came to Ptolemais, the people of that city were angered by the peace treaty. In fact, they were so indignant that they wanted to annul its provisions. But Lysias took the platform, defended the treaty as well as he could, and won them over by persuasion. After calming them and gaining their goodwill, he returned to Antioch. That is how the king's attack and withdrawal went.